എങ്ങനെ സഹിക്കും സാറേ? അതെ, ഡോക്ടർ വിളിക്കുന്നു. ഇവിടെയല്ല, ഡോക്ടറിന്റെ ക്യാബിനില്. എന്തായി സുധി, ആ കുട്ടിയുടെ പേരൻസിനെ വിവരം അറിയിച്ചോ? ഇല്ല ഡോക്ടർ. ഇതുവരെ അറിയിച്ചില്ലേ? അത് അവര് വന്ന് സൈൻ ചെയ്താലേ സർജറി ചെയ്യാൻ പറ്റൂ. സർജറിയോ? ആ, തലയുടെ പിൻഭാഗത്ത് കാര്യമായ ക്ഷതം പറ്റിയിട്ടുണ്ട്. ഉള്ളിൽ ബ്ലഡ് ക്ലോട്ട് ആയതിനാൽ എത്രയും വേഗം സർജറി വേണം. ഡോക്ടർ, എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം. അതിന് എത്ര എക്സ്പെൻസ് വന്നാലും കുഴപ്പമില്ല, ഞാൻ അടച്ചോളാം. അപ്രോക്സിമേറ്റ്ലി 5 ലക്ഷം രൂപ വേണ്ടി വരും. ഓക്കെ, ഞാനത് പേ ചെയ്യാം. അതുകൊണ്ട് മാത്രം കാര്യമില്ല. സത്യയുടെ വേണ്ടപ്പെട്ടവരാരെങ്കിലും വന്ന് സൈൻ ചെയ്താലേ സർജറി ചെയ്യാൻ പറ്റൂ. അവര് എത്രയും പെട്ടെന്ന് അവരോട് വരാൻ പറയും. ആ, പെട്ടെന്ന് വേണം. എന്തിനാ ഡോക്ടറെ വിളിപ്പിച്ചത്? സത്യയുടെ അമ്മയുടെ ഫോൺ നമ്പർ ഉണ്ടോ? ആ, ഉണ്ട്. അവരെ എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കണം. അവരെ വിളിച്ചു പറഞ്ഞാൽ പ്രശ്നമാവോ? അതെ, സത്യ ഈ അവസ്ഥയിലാണെന്ന് അവരോട് എങ്ങനെ വിളിച്ചു പറയും? പറഞ്ഞേ പറ്റൂ. അവർ വന്ന് ഒപ്പുവെച്ചാലേ സർജറി ചെയ്യാൻ പറ്റൂ. എന്താ നീ പറയുന്നത്? സർജറിയോ? അതെ, സത്യയുടെ അവസ്ഥ വളരെ സീരിയസ് ആണ്. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നമ്പർ താ, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. വേണ്ട സാർ, ഞങ്ങൾ വിളിച്ചു പറയാം. എന്നാ വേഗം ആവട്ടെ. സുധി, വിമലാമ്മയ്ക്ക് ഫോൺ ചെയ്യും. സത്യക്ക് ആക്സിഡന്റ് ആയ വിവരം അറിഞ്ഞ് വിമലാമ്മ ഇവിടെ എത്തിയ പിന്നെ എല്ലാം പ്രശ്നമാവില്ലേ നത്തോലി? ഇപ്പൊ സത്യയുടെ ജീവൻ രക്ഷിക്കല്ലേടാ നമ്മൾ നോക്കേണ്ടത്. സുധി സാറും വിമലാമ്മയും തമ്മിൽ കണ്ട ഉള്ളിലെ സ്നേഹം പറയാൻ നിൽക്കുന്ന സത്യയുടെയും കല്യാണം കഴിക്കാൻ പോകുന്ന ദിവ്യയുടെയും അമ്മ ഒന്നാണെന്ന് സുധി സാർ അറിയില്ലേ? നമ്മൾ ഇനി എന്ത് ചെയ്യും? എനിക്കറിയാം വയ്യ.
സത്യയുടെ അമ്മയെ വിളിച്ചോ? അത് പിന്നെ സാർ ഇതുവരെ വിളിച്ചില്ലേ? വിളിച്ചാലും സാറേ, പക്ഷെ റേഞ്ച് ഇല്ല. റേഞ്ച് കിട്ടുന്നില്ലെന്നോ? നമ്പർ താ, ഞാൻ വിളിക്കാം. എടാ നമ്പർ തരാൻ. വേണ്ട സാർ, ഞങ്ങൾ വിളിച്ചോളാം. അപ്പൊ ഇതുവരെ വിളിച്ചിട്ടില്ല? നിങ്ങൾക്ക് എന്താ കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ലേ? സത്യയുടെ ജീവൻ രക്ഷിക്കാൻ ഇനി സർജറിയെ വഴിയുള്ളൂ. ദേ, സത്യയുടെ അമ്മ വരാൻ ലേറ്റായാൽ സർജറിയും ലേറ്റാവും. ഇനിയും വൈകിയ സത്യ പിന്നെ നമുക്ക് തിരിച്ചു കിട്ടില്ല. എടാ, എന്താണ് ചെയ്യേണ്ടത്? വരുന്നത് വരട്ടെ, നീ വിമലാമ്മയെ വിളിക്ക്. എങ്ങനെ? സത്യയുടെ ജീവനേക്കാൾ വലുതല്ലടാ നമുക്ക് മറ്റൊന്നും. നീ വിളിക്ക് ഗുരുവി. സത്യാവോ? നീ ആ ഫോണിങ്ങെടുത്തേ. ഈ കുരുവിയും തേളും ഒക്കെ എന്തിനാ അമ്മയെ വിളിക്കുന്നേ? ആരാടി? അമ്മ ഇവിടെ ഇരുന്നേ, ആരായാലും ഞാൻ സംസാരിച്ചോളാം. എടുക്കുന്നില്ല. കട്ട് ചെയ്ത് കളഞ്ഞടാ. ആണോ? നീ ഒന്നുകൂടി വിളിക്ക്. സത്യയുടെ പിറന്നാൾ സദ്യ ഉണ്ണാൻ ഇവിടേക്ക് വരുന്നു എന്ന് പറയാനാവും. നാശം. നീയൊക്കെ തിന്നേണ്ടത് സത്യയുടെ പിറന്നാൾ സദ്യയല്ല, അവളുടെ 16 അടിയന്തരത്തിന്റെ സദ്യ. അപ്പ ക്ഷണിക്കും, വന്ന് ഉണ്ടച്ച് പോയേക്കണം. വിമലാമ്മ എന്തോ തിരക്കിലാണെന്ന് തോന്നുന്നു. ഫോൺ എടുക്കുന്നില്ല. ആരാ ദിവ്യ? ആ കോളനി പിള്ളേരാ. നെത്തോലിയോ? ആ നെത്തോലിയാണോ കണവയാണോന്നൊന്നും എനിക്കറിയില്ല. നീ എന്നിട്ട് ഫോൺ എടുത്തില്ലേ? സത്യയുടെ പിറന്നാളിനെ ക്ഷണിക്കാത്തോണ്ടേ ഇങ്ങോട്ട് വിളിച്ച് വരട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടിട്ടാ. അതൊന്നും ആവില്ല, എന്തെങ്കിലും അത്യാവശ്യം കാണും. നീ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്ക്. ഹലോ. വിമലാമ്മയല്ലേ? അല്ല, ഞാനാ ദിവ്യ. വിമലാമ്മയ്ക്കൊന്ന് ഫോൺ കൊടുക്കുവോ? എന്നോട് പറഞ്ഞാ മതി. ഒരു അത്യാവശ്യ കാര്യം പറയാനാ. എന്താ എന്നോട് പറയാൻ പറ്റാത്തൊരു അത്യാവശ്യം? പ്ലീസ് ദിവ്യ, ഒന്ന് വിമലാമ്മയ്ക്കൊന്ന് ഫോൺ കൊടുക്കുവോ? അതിന് നീ എന്തിനാ കരയുന്നേ? വേഗം കൊടുക്ക് ദിവ്യ, അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ട. എന്ത് അത്യാവശ്യമായാലും എന്നോട് പറഞ്ഞാ മതി. അമ്മ ലോ പ്രഷർ കാരണം തല ഇറങ്ങി വീണിരിക്കുക. അയ്യോ, എന്തു പറ്റി? തല ഇറങ്ങി വീണു? നീ കരയാതെ കാര്യം പറയടാ. അത് പിന്നെ സത്യക്ക് ഒരു ആക്സിഡന്റ് പറ്റി. വിമലാമ്മയോട് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്താൻ പറഞ്ഞു. ആക്സിഡന്റ് പറ്റിയെന്നല്ലേ ഉള്ളൂ, പേടിക്കാൻ മാത്രമൊന്നും ഇല്ലല്ലോ. ഉണ്ട് ദിവ്യ, വളരെ സീരിയസ് ആണെന്നാ ഡോക്ടർ പറഞ്ഞത്. ദിവ്യ, എത്രയും പെട്ടെന്ന് സർജറി നടത്തിയില്ലെങ്കിൽ നടത്തിയില്ലെങ്കിൽ സത്യം മരിച്ചു പോവോ? അമ്മ വന്ന് എങ്ങനെങ്കിലും ഒന്ന് ഒപ്പിട്ട് കൊടുക്കണം, എന്നാലേ സർജറി നടക്കൂ. അമ്മയ്ക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? മാത്രമല്ല, ഈ വിവരം കൂടി അറിഞ്ഞ ടെൻഷൻ അടിച്ച് അമ്മയുടെ ജീവൻ കൂടി അപകടത്തിലായിന്ന് വരും. വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാ മതിയാവും. എന്നാ ദിവ്യെങ്കിലും ഒന്ന് വാ. ആ, ഞാൻ വരാം. ഏത് ഹോസ്പിറ്റലാന്നാ പറഞ്ഞേ? സിറ്റി ഹോസ്പിറ്റൽ. വേഗം വാ ദിവ്യ. ആ, വേഗം വരാം.
ഞാൻ വേഗം എത്തിയില്ലെങ്കിൽ സത്യം മരിക്കും. ആ മരണം തന്നെ എനിക്ക് കാണേണ്ടതും. ആശുപത്രിയിൽ ചോര വാർന്നു ചാവുന്ന സത്യയെ രക്ഷിക്കാൻ ദിവ്യയുടെ കയ്യൊപ്പ് വേണം. അങ്ങനെ എന്റെ സമ്മതപത്രത്തിലൂടെ സർജറി കഴിഞ്ഞ് ജീവനോടെ തിരിച്ചു വരുന്ന ഒരു അനിയത്തിയല്ല എനിക്ക് കാണേണ്ടത്. അവളുടെ മരവിച്ച ശരീരം വെള്ള പുതച്ച് ഈ വീടിന് മുന്നിലെത്തണം. അതോടെ എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അവസാനമാവും. ദിവ്യയുടെ എല്ലാ പ്രശ്നങ്ങളും ഒറ്റയടിക്ക് സോൾവ് ആകും. ആരായിരുന്നു ഫോൺ ചെയ്തത്? അത് എന്റെ ഒരു ഫ്രണ്ടാ. നിന്റെ ഫ്രണ്ട് എന്തിനാ വിമലയുടെ ഫോണിൽ വിളിക്കുന്നത്? അത് പിന്നെ എന്റെ ഫോണിൽ വിളിച്ച് കിട്ടാത്തതുകൊണ്ട് വിളിച്ചതാ. വിമലാമ്മയ്ക്ക് എന്താ പറ്റിയത്? BP കുറഞ്ഞ് തലകറങ്ങി വീണെന്ന്. എന്തായാലും ദിവ്യ ഉടനെ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. ദിവ്യ വിക്രമനെ കണ്ട പ്രശ്നമാവില്ലടാ കുരുവി. ആരെങ്കിലും വന്ന് ഒപ്പുവെച്ചല്ലേ പറ്റൂ. സത്യയുടെ അമ്മ ഉടനെ വരില്ലേ? അത് എന്താ ഫോൺ ചെയ്തിട്ട് കിട്ടിയില്ലേ? സത്യയുടെ അമ്മ തലകറങ്ങി വീണു സാർ. ഇനിയിപ്പോ എന്താ ചെയ്യാ? പേഷ്യന്റിന്റെ പേരൻസ് എത്തിയോ? ഇല്ല സിസ്റ്റർ. ഇത്രയും സമയമായിട്ട് നിങ്ങൾ അവരെ വിവരം അറിയിച്ചില്ലേ? അറിയിച്ചു. അവളുടെ അമ്മ തലകറങ്ങി വീണു. പേരൻസ് വന്ന് സൈൻ ചെയ്യാതെ ഓപ്പറേഷൻ നടക്കില്ല. ഇനിയും വൈകിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഞാൻ സൈൻ ചെയ്തു തരാം സിസ്റ്റർ. നിങ്ങൾ പേഷ്യന്റിന് ആരാ? ഞാൻ ഫ്രണ്ടാ. ഫ്രണ്ട് സൈൻ ചെയ്താ പോരാ. നിങ്ങൾ എത്രയും പെട്ടെന്ന് പാരന്റ്സിനെ എത്തിക്കൂ. അവരെത്താൻ വൈകും സിസ്റ്റർ. ഞാൻ സൈൻ ചെയ്യാം. അതിന്റെ പേരിൽ എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഏറ്റെടുത്തോളാം. ഇക്കാര്യം നിങ്ങൾ ഡോക്ടറോട് സംസാരിക്കൂ. സുധി, ഇനി എന്ത് ചെയ്യും? ഞാൻ ഡോക്ടറെ കണ്ടൊന്ന് സംസാരിക്കാം. എക്സ്ക്യൂസ് മീ ഡോക്ടർ. യെസ്. എന്തായി? പേരൻസ് എത്തിയോ? ഇല്ല ഡോക്ടർ, അവർ വരാൻ വൈകും. സർജറിക്കുള്ള പേപ്പറിൽ ഞാൻ സൈൻ ചെയ്തു തരാം. സുധി, നിങ്ങൾ കരുതുന്ന പോലെ ഒരു നിസ്സാര കാര്യമല്ലത്. ആ കുട്ടി ഇപ്പൊ തന്നെ വല്ലാത്ത ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ഓപ്പറേഷനിൽ എന്തെങ്കിലും സംഭവിച്ചാൽ മാനേജ്മെന്റിൽ നിന്നും എനിക്കെതിരെ കേസ് വരും. എന്റെ ജോലി തന്നെ നഷ്ടപ്പെടും. ഒന്നും വരില്ല ഡോക്ടർ. ഇതിന്റെ പേരിൽ എന്ത് സംഭവിച്ചാലും അതിന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്തോളാം. അതിനുവേണ്ടി ഏത് പേപ്പറിലും ഞാൻ സൈൻ ചെയ്തോളാം. അത് തീക്കളിയാണ് സുധി. പറഞ്ഞില്ലേ ഡോക്ടർ, എല്ലാത്തിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം. എത്രയും വേഗം നിങ്ങൾ സത്യയുടെ ഓപ്പറേഷൻ നടത്തും. അല്ലെങ്കിൽ അവളുടെ ജീവൻ അപകടത്തിലാവില്ലേ? ഡോക്ടർ പ്ലീസ്. അല്ല, അത് ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. ഞാൻ സൈൻ ചെയ്യാം. ആ പേപ്പേഴ്സ് ഒക്കെ അങ്ങ് കൊടുക്കൂ. അയാൾ സൈൻ ചെയ്യും. ശരി. ദാ ഇവിടെ.
സിസ്റ്റർ ഡോക്ടർ, സത്യക്ക് ബോധം തെളിഞ്ഞു. ഒന്നും വരില്ലടാ, സത്യ തിരിച്ചു വരും. അങ്ങനെ നമ്മളെ പരീക്ഷിക്കില്ല ദൈവം. ആരാ വിക്രമൻ? പേഷ്യന്റിന് ബോധം തെളിഞ്ഞു. ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ സിസ്റ്റർ? വന്നോളൂ. ആരാ ഈ വിക്രമൻ? അത് സാറിവിടെ ഉണ്ട്. ഞങ്ങളൊന്ന് കയറി കണ്ടോട്ടെ സിസ്റ്റർ. ആ ശരി. സത്യ, സത്യ കണ്ണ് തുറക്ക. സത്യ സൈലൻസ്. ബഹളം വെക്കാതിരിക്കൂ. സത്യ കണ്ണു തുറക്ക് സത്യ. സത്യ ഞങ്ങളാ വന്നിരിക്കുന്നത്, കുരുവിൻ നത്തോലി. സത്യ, സത്യ സത്യ കണ്ണ് തുറക്ക്. സത്യ കണ്ണ് തുറന്നു നോക്ക്. സത്യ ഒന്ന് നോക്ക് സത്യ. സത്യ, സത്യ സത്യ, സത്യ. സാറ് പുറത്തുണ്ട് സത്യ. സത്യ എവിടെയാ? സത്യ ഹോസ്പിറ്റലില്ല. സത്യക്ക് ഒന്നും വരില്ല. എനിക്ക് കാണണം. വിക്രമനെ കാണണം. സാറ് സത്യയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള ഓട്ടത്തിലാ. സത്യ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഞങ്ങൾ എല്ലാവരും സത്യയുടെ ഒപ്പം തന്നെ ഉണ്ട്. വിക്രമനെ കാണണം. ആരാ ഈ വിക്രമൻ? അയാളോട് വരാൻ പറയും. ശരി സിസ്റ്റർ, വാടാ.